അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്ഭുതങ്ങളുടെ ആഗമനം, ജൂത-ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ അന്വേഷണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസമയത്ത് പേർഷ്യൻ രാജകൊട്ടാരത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും ആകാശത്ത് കണ്ട പ്രത്യേക അടയാളങ്ങളെക്കുറിച്ചും ചില ജൂതന്മാരും ക്രൈസ്തവരുമായ പണ്ഡിതന്മാർക്ക് അറിവുണ്ടായിരുന്നു. അവർ തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകന്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജനനസമയത്ത് സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും വായിച്ചിരുന്നു. ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി: ഞങ്ങൾ കാത്തിരുന്ന ആ പ്രവാചകൻ ജനിച്ചിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ വലിയൊരു ആവേശം നിറഞ്ഞു. ആ പ്രവാചകനെ കണ്ടെത്തി അദ്ദേഹത്തെ അനുസരിക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ആ പ്രവാചകൻ ഏത് സ്ഥലത്താണ് ജനിച്ചതെന്ന് അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. പണ്ഡിതന്മാരുടെ അന്വേഷണയാത്ര. അങ്ങനെ ആ പണ്ഡിതന്മാർ സംഘങ്ങളായി തിരിഞ്ഞ് പ്രവാചകനെ തേടി യാത്ര തുടങ്ങി. അവരുടെ ലക്ഷ്യം പ്രവചിക്കപ്പെട്ട ആ കുഞ്ഞിനെ കണ്ടെത്തുക എന്നതായിരുന്നു. അവർ ആദ്യം സിറിയയിലേക്കും പിന്നീട് അറേബ്യൻ ഉപദ്വീപിലേക്കും യാത്ര ചെയ്തു. അവർ മക്കയിലെത്തിയപ്പോൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി അവിടുത്തെ സ്ത്രീകളോടും പുരുഷന്മാരോടും ചോദിച്ചു: കഴിഞ്ഞ രാത്രിയോ ഇന്നു പുലർച്ചെയോ ഇവിടെ ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും പ്രത്യേകതകൾ അറിയാമോ? അവരുടെ ചോദ്യം കേട്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. സാധാരണയായി ആരും അങ്ങനെ ഒരു കുഞ്ഞിനെ അന്വേഷിക്കാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങളോളം അവർ മക്കയിലെ വീടുകളിൽ അന്വേഷണം തുടർന്നു. പലരും ഇവിടെ ആരും ജനിച്ചിട്ടില്ല എന്നു പറഞ്ഞ് അവരെ ഒഴിവാക്കി. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ച വിവരം അവർക്ക് ലഭിച്ചില്ല. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഈ അത്ഭുതങ്ങളെല്ലാം അന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ രഹസ്യമായി വെക്കപ്പെട്ടിരുന്നു. അവസാനം പ്രവാചകനെ കണ്ടെത്താൻ കഴിയാതെ അവർ നിരാശയോടെ മടങ്ങിപ്പോയി. അവർക്ക് ലഭിച്ച സൂചനകൾ ശരിയായിരുന്നെങ്കിലും അവർക്ക് പ്രവാചകനെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അല്ലാഹുവിന്റെ വലിയ പ്ലാൻ പൂർത്തിയാകാൻ ആ സമയം വന്നിട്ടില്ലായിരുന്നു. ഈ ചരിത്രം സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ ജനനം അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു എന്നാണ്. പ്രിയ പ്രേക്ഷകരെ, ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വിശദമായി അറിയാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ ഖത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു. അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്.